ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ ബോധമുള്ള വിദ്യാർത്ഥികളാണ് നാടിന്റെ സമ്പത്തെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ യുവതലമുറയെ ലഹരിയിലേക്ക് വീഴ്ത്താൻ വലിയ മാഫിയ സംഘങ്ങൾ പുറത്തു കാത്തു നിൽക്കുന്നുണ്ടെന്നും സാമൂഹ്യദ്രോഹികളെ തിരിച്ചറിഞ്ഞ് അവരുടെ പിടിയിൽ വീഴാതെ മുന്നോട്ടു പോകാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലേഗ്രൗണ്ട് നഗരഹൃദയത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലക്ക് തൊട്ടടുത്തുള്ള വീടുകളും അതുപോലെ സ്ഥാപനങ്ങളും അക്വയർ ചെയ്തുകൊണ്ട് അത്രമാത്രം ഫണ്ട് ഇറക്കിക്കൊണ്ട് നമുക്ക് കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാൻ പെട്ടെന്ന് കഴിഞ്ഞുകൊള്ളും എന്നില്ല. എന്നാൽ നമ്മുടെ കുട്ടികളുടെ കായിക ക്ഷമത നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാവശ്യമായി നേരത്തെ ഇവിടെ നമ്മുടെ കൗൺസിലർ മോയിൻകുട്ടി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാങ്കാവ് മൈതാനം നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റേതൊരു സ്കൂൾ ഗ്രൗണ്ടിനോടേക്കാൾ കിടപിടിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ആ ഗ്രൗണ്ടിലുണ്ട്. ഇനി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്താൻ MLA എന്ന നിലയ്ക്ക് ഞാനും കൗൺസിലർ എന്ന നിലയ്ക്ക് മുൻകൂട്ടിയും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ കാര്യം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളെ കളിസ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ട് സൗകര്യം ബസ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ആ ബസ് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. വാർഡ് കൗൺസിലർ NC മോയിൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ബീന പൂവത്തിങ്ങൽ, അഫ്സൽ കോണിക്കൽ, ഹെഡ്മാസ്റ്റർ P ഓംകാരനാഥൻ, K ഹേമലത, VK മൊയ്തീൻ കോയ, സുനിൽ പൂളേങ്കര, അജീഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അജ്മൽ കക്കോവ് വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ സുരക്ഷയും സംരക്ഷണവും സംബന്ധിച്ച് അരക്ഷിതാവസ്ഥ തുടരുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ